നൂറ്റാണ്ടാണ്? 2026 തന്നെയാണോ? അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എൻ്റെ ഓർമ്മശക്തിക്ക് എന്തോ തകരാറ് സംഭവിച്ചെന്ന്. തെറ്റിദ്ധരിക്കേണ്ട, എൻ്റെ ഓർമ്മശക്തിക്ക് ഒരു തകരാറും സംഭവിച്ചിട്ടില്ല. ഞാൻ മറ്റൊരു വീഡിയോയിലോട്ട് വരാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. ഇനി വീഡിയോയിലോട്ട് പോകാം. இது நோம்பு திறக்கிற விஷயம் கோச்சிக்காதீங்க. இஸ்லாமிய சகோதரர்கள் மட்டும் உள்ளார வாங்க. இஸ்லாமிய சகோதரர் மட்டும் உள்ளார வாங்க. தயவு செய்து மற்றவங்க யாரும் வர வேணாம், கோச்சிக்காம. சீக்கிரம் வாங்க. வாங்க. 2026 കാര്യം അദ്ദേഹം അറിഞ്ഞില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പോഴും ഇതുപോലെ വർഗീയത മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകളുണ്ടല്ലോ എന്നാണ് സംശയം. അതും നമ്മുടെ ഇന്ത്യയിൽ അല്ലെ, ജാതിയില്ല മതമില്ല എന്നൊക്കെ പറയുകയും അതിനോടൊപ്പം വർഗീയ വിഷം തുപ്പുകയും ചെയ്യുന്ന ഇതുപോലെയുള്ള നീചന്മാരെയാണ് ആദ്യം നമ്മുടെ രാജ്യത്ത് നിന്നും ഓട്ടിക്കേണ്ടത്. അതായത് അദ്ദേഹം ഇവിടെ കാണിക്കുന്നത് എന്താ? അദ്ദേഹത്തിൻ്റെ മതത്തിൽപ്പെട്ട മതസ്ഥർക്ക് മാത്രം ഒരു വിരുന്നൊരുക്കുകയാണ് അദ്ദേഹം. എന്ത് നീച പ്രവൃത്തിയാണെന്ന് ഓർക്കണം. ഒരു വിരുന്നൊരുക്കുകയാണ്. അപ്പോൾ അവിടെ അദ്ദേഹം വിരുന്നിൽ മുസ്ലിങ്ങൾ മാത്രം അല്ലെങ്കിൽ തൻ്റെ മതത്തിൽപ്പെട്ടവർ മാത്രം ഫുഡ് കഴിച്ചാൽ മതി, അല്ലാത്തവരുണ്ടെങ്കിൽ അയാളെ നിരീക്ഷിക്കണം, അല്ലാത്തവരുണ്ടെങ്കിൽ പുറത്തേക്ക് പറഞ്ഞുവിടാൻ. ഇതാണ് അല്ലെ, ഇതുപോലെയുള്ളവന്മാരാണ് നല്ല ഇസ്ലാമികളായവർക്കും കൂടി ഒരു ചീത്ത പേര്. ഈ മനുഷ്യൻ നമ്മുടെ നാട്ടിലെ തൊട്ടുകൂടായ്മയൊക്കെ മാറിയിട്ടുള്ള കാലം കഴിഞ്ഞു. ഇതിപ്പോൾ 2026 ഇനിയും മനസ്സിലായില്ലെങ്കിൽ ആ കലണ്ടറിലോട്ടൊന്ന് പോയി നോക്കുക. കൊറോണയൊക്കെ വന്നപ്പോഴും മനുഷ്യർ കുറേയൊക്കെ പഠിച്ചു എന്നാണ് നമ്മൾ കരുതിയത്. ഒന്നും പഠിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോഴും ഇവന്മാരെ പോലെയുള്ള കുറേ എണ്ണമുണ്ട്. അതായത് അവരുടെയൊക്കെ മനസ്സിൽ ജാതിയും മതവും തൻ്റെ വർഗ്ഗത്തിലുള്ളവർ എന്നുള്ള ആ ഒരു ചിന്താഗതിയിൽ തന്നെയാണ്. പക്ഷെ അതൊക്കെ നമ്മുടെ കേരളത്തിലാണ് കുറച്ചെങ്കിലും നമ്മുടെ ജാതിയും മതവും അങ്ങനെയൊന്നും ഇല്ലാതെ നമ്മളെല്ലാവരും മനുഷ്യരാണ് എന്നുള്ള ചിന്താഗതിയൊക്കെ ഉള്ളത്. വേറെ സ്റ്റേറ്റിലേക്ക് പോയാൽ ഇതൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അതായത് യുപിയിലൊക്കെ പോയാൽ ഇതിൻ്റെ അങ്ങേ അറ്റമാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള ഈ വികലമായ ചിന്തകളെയൊക്കെ എടുത്ത് കളയുക. ഈ കൊറോണയൊക്കെ വന്ന സമയത്ത് നമ്മൾ ജാതിയോ മതമോ വർണ്ണമോ ഒക്കെ നോക്കി നമ്മൾ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ആരെയും ഒന്നിനും സഹായിക്കാൻ സാധിക്കില്ലായിരുന്നു അല്ലേ. ഈ കൊറോണ വന്ന ആ സമയത്ത് ക്വാറന്റൈൻ ടൈമിലൊക്കെ നമുക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കരഞ്ഞവരുണ്ട്, പുറത്തിറങ്ങാൻ പറ്റാതെ കരഞ്ഞവരുണ്ട്, പഠിക്കാൻ പറ്റാതെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം നടത്താൻ പറ്റാതെ വിഷമിച്ചിട്ടുണ്ട്. അതുപോലെ പല കാര്യങ്ങൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ സാധിക്കാതെ വന്നിട്ടുണ്ട്. വളരെ ദുരവസ്ഥയിൽ കൂടിയാണ് ക്വാറന്റൈൻ ടൈം കൊറോണ ടൈമിലൊക്കെ നമ്മളൊക്കെ ജീവിച്ചത്. എന്നിട്ട് കൂടി മനുഷ്യർ ഇതൊന്നും പഠിക്കുന്നില്ല. മനുഷ്യർക്കാണ് ഇവിടെ വിലയുള്ളത്. നമ്മൾ നടന്നു വരികയാണ്, പെട്ടെന്ന് നമുക്കൊരു ഹാർട്ട് അറ്റാക്ക് വന്ന് നമ്മൾ അവിടെ നിലത്ത് വീഴുന്നു. അങ്ങനെ നിലത്ത് വീഴുന്ന ആളെ ഇയാൾ മുസ്ലിം ആണോ എങ്കിൽ പിന്നെ നമുക്ക് സഹായിച്ചേക്കാം, ഇല്ലെങ്കിൽ നമുക്ക് പോയേക്കാം എന്ന് വിചാരിച്ചല്ല നമ്മൾ അവിടെ പെരുമാറേണ്ടത്. നമ്മളവിടെ മനുഷ്യനാണ്, നമ്മളെപ്പോലുള്ളൊരു മനുഷ്യനാണ്, അയാളുടെ ജീവന് വിലയുണ്ട്. അതാണ് നമ്മളവിടെ അതാണ് നമ്മൾ അവിടെ കാണിക്കേണ്ടത്. ഇതുപോലെയുള്ളവർ ഇതുപോലെ റോഡിലോട്ട് പോകുമ്പോൾ തലയിൽ തൊപ്പി വച്ചിട്ടുണ്ടോ എന്നായിരിക്കും ആദ്യം നിരീക്ഷിക്കുന്നത്. അയാളൊരു മുസ്ലിം ആണെങ്കിൽ സഹായിക്കാം, ഇല്ലെങ്കിൽ എനിക്ക് പോകാം. അപ്പോൾ ഇതുപോലെയുള്ളവരെയാണ് ആദ്യം നമ്മുടെ നാട്ടിൽ നിന്നും ഓടിക്കേണ്ടത്. ഉള്ള ഒരാൾ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയാലുള്ള ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ആദ്യം ചെയ്യുന്ന വേറെ ഒന്നുമായിരിക്കില്ല, തൻ്റെ മതത്തിൽപ്പെട്ടവരെ മാത്രം ആ രാജ്യത്ത് നിലനിർത്തിയിട്ട് ബാക്കിയുള്ളവരെല്ലാം നാടുകടത്തും. ഇതാണ് ആദ്യം ഇയാൾ ചെയ്യാൻ പോകുന്നത്. ഇയാളെ പോലെയുള്ള ആൾ പ്രധാനമന്ത്രിയായാൽ. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ഇത് നമ്മുടെ 2026 ഇവിടെ ജാതിയും മതവും ഒന്നുമില്ലാതെ നമ്മൾ സമാധാനമായി കഴിയുന്ന നമ്മളാണ്. അപ്പോൾ ഇതുപോലെ വർഗീയത മനസ്സിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാര്യം ഓർക്കുക, നമ്മളെല്ലാം മനുഷ്യരാണ്. നമുക്ക് ഒരു ആപത്ത് വരുമ്പോഴോ എന്തിനെങ്കിലും നമ്മൾ മനുഷ്യരെ ജാതിയും മതവും നോക്കിയല്ല. അപ്പോൾ നമ്മൾ മനുഷ്യത്വം കാണിക്കുക. നമ്മളെല്ലാവരും ഒന്നാണ്. നമ്മുടെ മക്കളുടെ വിവാഹം നമ്മൾ ക്ഷണിക്കുന്നെന്ന് വിചാരിച്ചോളും. അവിടെ നമ്മുടെ വീട്ടിനടുത്ത് പല ജാതിയിലും മതത്തിലും വർഗ്ഗത്തിലും ഒക്കെയുള്ള ആളുകൾ കാണും. നമ്മൾ അവിടെ അങ്ങനെ വേർതിരിച്ചല്ല നമ്മൾ വിളിക്കുന്നത് അല്ലേ. നമ്മൾ എല്ലാവരെയും, നമുക്ക് സൗഹൃദമുള്ള എല്ലാവരെയും നമ്മൾ വിളിക്കുകയാണ്. അവിടെ ജാതിയും മതവും ഒന്നും നോക്കിയല്ല വിളിക്കുന്നത്. ജാതിയുടെയും മതത്തിൻ്റെയും കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പോഴും എന്നാലും ഉണ്ട് കേട്ടോ. എല്ലാവരുടെ മനസ്സിലും തൻ്റെ ജാതി തൻ്റെ മതം. പക്ഷേ ആരും പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. പുറത്ത് പറയുന്നവർ വർഗീയവാദികളാവുകയും ചെയ്യും. പുറത്ത് പറയാത്തവർ ഇന്നും അതേ ഒരു മെൻറ്റാലിറ്റി കൊണ്ട് നടക്കുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ജാതിയും മതവും ഒക്കെ പോയി, ഇപ്പോൾ അതൊന്നുമില്ല, നമ്മൾ സമാധാനമായി കഴിയുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള വർഗീയ വിഷം തുപ്പുന്ന വർഗീയവാദികളെയൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നും